വെൽക്കം ടു ദി നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് BMH ഡോക്ടർ ചാറ്റ്. ഈ കാലഘട്ടത്തിൽ കൂടുതൽ അലട്ടുന്ന ഒരു രോഗമാണ് ശ്വാസമുട്ടൽ അഥവാ ആസ്മ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീലക്ഷ്മി ആണ്. വെൽക്കം മാം. നമസ്കാരം മാം, ഈ ആസ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആസ്മ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ഒരേ കാര്യമാണോ? ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൽ തന്നെ ശ്വാസനാളികളുണ്ട്. നമ്മുടെ വായു ശ്വാസകോശത്തിൽ എത്തിക്കുന്ന ശ്വാസനാളികൾ അഥവാ എയർവേസ്, അതിന് ഉണ്ടാകുന്ന ഒരു ദീർഘകാല വീക്കമാണ് അഥവാ എയർവേ ഇൻഫ്ലമേഷനാണ് ആസ്മ എന്ന് പറയുന്നത്. തന്മൂലമായിട്ട് ശ്വാസനാളികൾക്ക് ചുരുക്കം സംഭവിക്കുകയും അവിടെ മ്യൂക്കസ് അഥവാ കഫം അധികമായി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ കൂടെയുള്ള വായു സഞ്ചാരത്തിനെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ശ്വാസമുട്ട്, ചിലർക്ക് ചുമയായിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ വീസിങ്, നമ്മൾ ശ്വാസം എടുക്കുമ്പം ചെറിയൊരു കുറുകൽ സൗണ്ട്, ഒരു വിസ്ലിംഗ് സൗണ്ടായിട്ട് കേൾക്കാം. ആളുകൾക്ക് ചെസ്റ്റ് ടൈറ്റ്നസ് അല്ലെങ്കിൽ ചെസ്റ്റ് ഹെവിനെസ്, നെഞ്ചിലൊരു ഭാരം ഇരിക്കുന്നതായിട്ട് തോന്നാം. ഇതൊക്കെയാണ് ആസ്മയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ സിംറ്റംസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ആസ്മയുടെ സിംറ്റംസ് വരുന്നത്. ചിലരിൽ ചുമ മാത്രമാകാം, അതായത് രാത്രികാലങ്ങളിലുള്ള ചുമ. ചിലർക്ക് ശ്വാസം മുട്ടലായിട്ട് തന്നെ വരാം, ചിലർക്ക് ശ്വാസ തടസ്സം, ചിലർക്ക് വീസിങ് ആയിട്ട് വരാം, അതായത് കുറുങ്ങൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ ചിലർക്ക് നെഞ്ചിലൊരു ഭാരം, ചെസ്റ്റ് ടൈറ്റ്നസ് ആയിട്ട് വരാം. ചിലർക്ക് നടക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ കട്ടിയായ ജോലി എടുക്കുമ്പോൾ ഒരു കിതപ്പ് അഥവാ മടുപ്പ് അനുഭവപ്പെടാം. ഇതൊക്കെ ആസ്മയുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ ആയിട്ടാണ് കൂടുതലും ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടാണോ ആൾക്കാർക്ക് വരുന്നത്, അതോ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ട്രിഗർ ചെയ്യുന്നതാണോ, അതോ ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ട് കൂടുതലാണ് ഈ ആസ്മ ശ്വാസമുട്ടൽ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നുണ്ട്? എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആസ്മ ശ്വാസമുട്ടൽ ഒക്കെ വരുന്നത്? അത് ആസ്മയ്ക്ക് ഒരു കാരണം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ആസ്മ മെയിനായിട്ട് ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസാണ്. പല കാരണങ്ങളും കൊണ്ടും ആസ്മ വരാം. അതിൽ പ്രധാനപ്പെട്ട ഒരു മേജർ ഫാക്ടറാണ് ജനറ്റിക്സ്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനൊക്കെ ആസ്മ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഹിസ്റ്ററി, അറ്റോപ്പിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും ആസ്മയായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ പൊടിപടലങ്ങൾ, ട്രിഗേഴ്സ് എന്ന് പറയും, അതൊക്കെ ആസ്മയെ ഉണ്ടാക്കുന്ന ഇതാണ്. നമ്മൾ കത്തിക്കുന്നത്, അന്തരീക്ഷ മലിനീകരണം, പിന്നെ പുകവലിക്കുന്നത്, ഇതൊക്കെ ആസ്മയ്ക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും ആസ്മ കാണിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങളിലെ ആസ്മയും മുതിർന്നവരിലെ ആസ്മയും ഒരേപോലെയാണോ കൺസിഡർ ചെയ്യുന്നത്? പ്രധാനമായിട്ട് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എയർവേ ഇൻഫ്ലമേഷൻ, അതായത് ശ്വാസനാളികൾക്കുള്ള വീക്കമാണ്. അത് കുഞ്ഞുങ്ങളിലും അതെ, അഡൽട്സിലാണെങ്കിലും അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം, അത് തന്നെ. പക്ഷെ കുഞ്ഞുങ്ങളിലെ ആസ്മ അഡൽട്സിലെ ആസ്മയേക്കാൾ എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ ശ്വാസനാളി വളരെ ചെറുതാണ്, അഡൽട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അപ്പം ആ ശ്വാസനാളിക്ക് ചെറിയൊരു ചുരുക്കം വന്നാൽ തന്നെ കുട്ടികൾക്കത് വീസിങ്, പെട്ടെന്ന് ശ്വാസമുട്ടലായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളിൽ ആസ്മ ഡയഗ്നോസ് ചെയ്യാൻ പക്ഷേ പാടാണ്. കാരണം അവർക്ക് ഇൻഫെക്ഷൻ വന്നാലും വീസിങ് ആയിട്ട് തന്നെ വരാം. അത് ആസ്മ മൂലമുള്ളതാണോ അത് ഇൻഫെക്ഷൻ വന്ന് വീസിങ് ആയതാണോ എന്ന് ആസ്മ ഡയഗ്നോസ് ചെയ്യാൻ കുട്ടികളിൽ കുറച്ച് പാടാണ്. അതായത് ആസ്മ ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റുകൾ, PFT ടെസ്റ്റുകളൊക്കെ നമ്മൾ സാധാരണ 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളിലാണ് ചെയ്യുന്നത്. ആസ്മ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ കുട്ടികൾ എപ്പോഴും ശ്വാസമുട്ടൽ കംപ്ലൈൻ്റ് ആയിട്ട് പറയണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ചുമ മാത്രമായിരിക്കാം, വീസിങ് മാത്രമായിരിക്കാം. കുട്ടികളിൽ ആസ്മ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ട് കുറച്ച് കൂടുതൽ സിവിയർ ആയിട്ട് വരാം. ഞാൻ പറഞ്ഞതുകൊണ്ട് അവരുടെ ശ്വാസനാളികൾ ജന്മന തീരെ കുഞ്ഞിതായതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരാം. പക്ഷെ ചിലർക്ക് അവർ വളരും തോറും, പ്രായം കൂടും തോറും അസുഖം മാറിപ്പോയേക്കാം, കുറയാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇത് കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും ആസ്മയുടെ ബുദ്ധിമുട്ടൊക്കെ മാറിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പൊടി അല്ലെങ്കിൽ ബാക്കി ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു. അതെങ്ങനെയാ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്? പൊടി നമ്മുടെ അകത്ത് ചെല്ലുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുന്നവയാണോ അത്? അതെ,
അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പം നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ഒരു രോഗാണു ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആസ്മ അലർജി ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ഹൈപ്പർ ആക്റ്റീവായിട്ട്, ഇപ്പോൾ ഒരു പൊടി വരുവാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അവർ കൂടുതലായിട്ട് തുമ്മുക, ജലദോഷം വരിക, എന്തിനെ ഒരു ഫോറിൻ ബോഡീനെയും അത് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ എയർവേസും അതുപോലെ ഇൻഫ്ലമേഷൻ വരും. അവിടെയുള്ള മസിൽസ് കൺസ്ട്രിക്ട് ചെയ്യും, അവിടെ എക്സസ് ആയിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ വരും. അങ്ങനെയാണ് ശ്വാസമുട്ട് വരുന്നത്. അപ്പോൾ പൊടിപടലങ്ങൾ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി തന്നെ റിയാക്ട് ചെയ്യുകയാണ്. കുട്ടികളിലെ ഈ ശ്വാസം മുട്ടൽ അതൊരു ആസ്മയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞു. മുതിർന്നവരിൽ ശ്വാസം മുട്ട് വന്നാൽ അത് ഒരു ആസ്മയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? മുതിർന്നവരിലും കുറേ കാലം നമ്മൾ ആസ്മയുടെ ആദ്യ കാലങ്ങളിൽ ചിലപ്പം ജലദോഷമോ ചുമയോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് നമ്മൾ സാധാരണ ഒരു ജലദോഷം അങ്ങനെ കൺസിഡർ ചെയ്ത് തള്ളിക്കളയാറുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് അത് വിട്ടുമാറാത്ത ചുമയായിട്ട് നിൽക്കുവാണ്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെയാണ്. രാത്രികാലങ്ങളിൽ ശ്വാസനാളിക്ക് കൂടുതൽ ചുരുക്കം വരും. അപ്പം രാത്രികാലങ്ങളിൽ ചുമച്ചെണീക്കുവാണ്. അതുപോലെ ഏർലി മോർണിംഗ് അവർക്ക് ചുമ വരുവാണ്. അതും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ വന്നതിന് ശേഷം, അതായത് എന്തെങ്കിലും പൊടി അടിക്കുമ്പോഴോ എന്തെങ്കിലും പ്രത്യേക കാലാവസ്ഥ മാറുമ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ആസ്മയായിട്ട് കണക്കാക്കാം. ആസ്മയുടെ മെയിൻ ഡയഗ്നോസിസ് എന്ന് പറയുന്നതിന് നമ്മൾ ക്ലിനിക്കൽ ഹിസ്റ്ററി കേട്ടിട്ടാണ്. കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ആസ്മ മെയിനായിട്ടും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. നമ്മൾ കൂടുതലും ഇൻവെസ്റ്റിഗേഷനേക്കാൾ കൂടുതലും ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ആസ്മ ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പം രാത്രികാലങ്ങളിലെ ചുമ എന്ന് പറയുന്നത് ഇതിൽ മേജർ ഒരു ഫാക്ടറായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ചിലർക്ക് ശ്വാസമുട്ടൽ തന്നെ വരണമെന്നില്ല, കോഫ് വേരിയൻ്റ് ആസ്മ എന്ന് പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ ചുമ മാത്രമായിരിക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. അത് കൂടുതലായിട്ടും രാത്രി കാലങ്ങളിലോ മോർണിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീസിങ് കേൾക്കാം, ഒരു കുറുങ്ങൽ സൗണ്ട്, വിസ്ലിംഗ് സൗണ്ട് ഒക്കെ കേൾക്കാം. പിന്നെ എല്ലാവരിലും ശ്വാസമുട്ടൽ ഉണ്ടാവണമെന്നില്ല, അവർക്ക് ചില സമയങ്ങൾ അവർ വളരെ നോർമലായിരിക്കും. അതാണ് ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും മിക്കവാറും സിംറ്റംസ് വരിക. ഈ സിംറ്റം ഫ്രീ പീരീഡ് അവർക്കുണ്ടാകും. ഇപ്പം ബാക്കിയുള്ള അസുഖങ്ങളിലും ശ്വാസമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആസ്മയായിട്ട് എങ്ങനെ ഡിഫർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അസുഖങ്ങളിൽ അവരിൽ ആ ശ്വാസമുട്ടൽ ഒരേപോലെ ആയിരിക്കും. പക്ഷേ ആസ്മയ്ക്ക് വളരെ മോശമായിട്ടും ഇരിക്കും, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സിംറ്റം ഫ്രീ പീരീഡ്സും ഉണ്ടാകും. അപ്പം അവർ ഈ സിംറ്റം വരുന്ന സമയത്താണ് നമ്മൾ ഡോക്ടറിനെ കാണുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഹേലറോ അങ്ങനെയാണോ, അതോ ഇനീഷ്യലി നമ്മൾ കുറച്ച് ടൈം കൊടുത്തിട്ടാണോ ഇവർക്കിത് സജസ്റ്റ് ചെയ്യുക? അസുഖത്തിൻ്റെ നമ്മൾ സിവിയറിറ്റി നോക്കിയാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പം ആദ്യം തന്നെ വന്നു, നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്തു, അവർക്കൊരു ആസ്മ അറ്റാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സിവിയർ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് കുറയ്ക്കാൻ നെബുലൈസേഷനായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആസ്മ കൺട്രോളിൽ നിർത്തണം. ആസ്മ നമുക്ക് അപ്പോഴത്തെ ബുദ്ധിമുട്ട് കുറയ്ക്കുക മാത്രമല്ല, അത് വീണ്ടും വരാതിരിക്കാൻ നോക്കണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക് എയർവേ ഇൻഫ്ലമേഷനാണ്. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയത്തും അവിടെ ഇൻഫ്ലമേഷനും ഉണ്ട്. അപ്പോൾ അതും കൂടി പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻഹേലേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡോക്ടർ നിർദ്ദേശിച്ച പോലെ കൃത്യമായ അളവിൽ ഒരു നിശ്ചിത സമയത്തേക്ക് കാലാവധിയിലേക്ക് നമ്മൾ എടുക്കേണ്ടി വരും. ആസ്മ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഇൻഹേലറായിട്ടുള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. മാം ഇപ്പോൾ പറഞ്ഞ ആസ്മ അറ്റാക്ക് പ്രേക്ഷകർക്ക് പൊതുവെ പരിചയമില്ലാത്തൊരു വേർഡായിരിക്കും ആസ്മ അറ്റാക്ക്. അതെന്താ ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാൻ പറ്റുമോ? അതായത് ആസ്മയുടെ ലക്ഷണങ്ങൾ കൂടുതൽ കാഠിന്യത്തോടെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ആസ്മ അറ്റാക്ക് എന്ന് പറയും. ആസ്മ അറ്റാക്ക് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലെത്തി വൈദ്യസഹായം തേടേണ്ടതാണ്. ആ സമയത്ത് ലക്ഷണങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കും. അവർക്ക് ശ്വാസം തീരെ കിട്ടുന്നുണ്ടാവില്ല, നെഞ്ച് വേദനയായിട്ട് വരാം, ചിലർക്ക് പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പായിട്ടൊക്കെ വരാം. അവർ ആസ്മ മരുന്ന് ഉപയോഗിക്കുന്നവരാണ്, അതായത് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇൻഹേലേഴ്സ് എടുത്തിട്ടും അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടാവില്ല. ഉറക്കത്തിൽ ശ്വാസമുട്ടൽ കാരണം വീണ്ടും വീണ്ടും എണീറ്റ് ഇൻഹേലേഴ്സൊക്കെ കൂടുതൽ തവണ എടുത്തിട്ടും ആശ്വാസം കിട്ടാതെ വരികയൊക്കെ ആണെങ്കിലാണ് നമ്മളതിന് ആസ്മ അറ്റാക്ക്. അത് വളരെ മോശമായി പോയാൽ നമുക്ക് ICU അഡ്മിഷനും റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ്, ഓക്സിജൻ്റെ അളവ് കുറയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നതിൽ ആൾക്കാർ എന്തെങ്കിലും തെറ്റുകൾ
കാണിക്കുന്നത് കൊണ്ടാണോ ഈ അവസ്ഥ വരുമ്പം ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ അത് ഏക്കാതെ വരുന്നത്? അതുകൊണ്ട് മാത്രമല്ല, ആ സമയത്ത് ശ്വാസനാളിക്ക് നല്ല ചുരുക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഇൻഹേലർ മരുന്നുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പറ്റത്തില്ല. അതുമാത്രമല്ല, ആസ്മ അറ്റാക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെബുലൈസേഷൻ ആയിട്ടുള്ള മരുന്നുകൾ തന്നെ ആവശ്യമായിട്ട് വരും. ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുന്നതുണ്ടോ ആൾക്കാർ? ഈ ശ്വാസമുട്ടലായിട്ട് പേഷ്യൻസ് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ പലയിടത്തുനിന്നും അവർക്ക് ഇൻഹേലർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ പലരും ഇൻഹേലർ എടുത്തിട്ടും കുറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മിക്കപ്പോഴും അവരെടുക്കുന്ന ടെക്നിക്ക് കറക്റ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും അസുഖം കുറയാതിരിക്കുന്നത്. അപ്പം ഇൻഹേലർ കറക്റ്റ് ടെക്നിക്കിൽ എടുക്കുക എന്നുള്ളത് ആസ്മ കൺട്രോളിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്. മാം, അപ്പോൾ പേഷ്യൻസ് വന്നിട്ട് അവർക്ക് ഇൻഹേലർ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കത് ചെയ്യാനുള്ള ഉപയോഗിക്കാനുള്ള രീതിയും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത്? അതെ, കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്കത് അസുഖം കുറയാതിരിക്കാം. ഇൻഹേലേഴ്സ് തന്നെ പല ടൈപ്പിലുണ്ട്. നമ്മൾ സ്പ്രേ ആയിട്ട് അടിക്കുന്നത്, അതിന് നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപ്സ്യൂളായിട്ടുള്ള മരുന്നുകളുണ്ട്, അത് ശ്വസിച്ച് നമ്മൾ ഇൻഹേലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഹേലർ എടുക്കേണ്ട കറക്റ്റായിട്ടുള്ള ടെക്നിക്ക്, ഇപ്പം നമ്മൾ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സ്പേസർ വെച്ചിട്ടാണ് എടുക്കാൻ പറയുന്നത്. അപ്പം എപ്പോഴും ഇൻഹേലർ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം, കുലുക്കണം. അതിന് ശേഷം ഇൻഹേലർ സ്പേസറിൻ്റെ ഒരറ്റത്ത് ഘടിപ്പിക്കണം. അതിൻ്റെ മറ്റേ അറ്റം, അതാണ് നമ്മുടെ മൗത്ത് പീസ്, അത് നമ്മുടെ വായ്ക്കകത്ത് പല്ലിന് ഉള്ളിലായിട്ട് വെക്കണം. നമ്മുടെ ചുണ്ട് വെച്ച് നല്ലപോലെ സീൽ ചെയ്ത് വെക്കുക. ഒരു പഫ് അടിക്കുക. എന്നിട്ട് നമ്മൾ ആഴത്തിൽ വളരെ സ്ലോ ആയിട്ട് ദീർഘശ്വാസം എടുക്കുക. അതിനുശേഷം ആ എടുത്ത ശ്വാസം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പയ്യെ പുറത്തോട്ട് വിടുക. ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും വായും തൊണ്ടയും നല്ലപോലെ കഴുകണം. ഇൻഹേലർ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സ്റ്റിറോയിഡ് മെഡിസിൻസ് ആണോ പോകുന്നത്? ആസ്മയുടെ മാനേജ്മെൻറ്റിൽ ഇൻഹേലേഴ്സിനെ നമ്മൾ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ റിലീവേഴ്സ് അങ്ങനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ആസ്മ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ ആ മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നതാണ് കൺട്രോളേഴ്സ്. അതിൽ ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സും ഉണ്ട്. പിന്നെ റിലീവേഴ്സ് എന്ന് പറയുന്നത് ആ സമയത്തെ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാനുള്ളവരെയാണ്. അതിൽ സ്റ്റിറോയിഡ് കണ്ടൻ്റ് അല്ല, അതിൽ ഷോർട്ട് ആക്ടിങ് ബീറ്റ ആഗോണിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള മരുന്നുകളൊക്കെയാണ് വരുന്നത്. അതാണ് റിലീവേഴ്സ്. ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് ഉള്ള ഇൻഹേലേഴ്സാണ് നമ്മുടെ ആസ്മ മെയിൻ്റനൻസിന്, അവിടെ എയർവേ ഇൻഫ്ലമേഷന് കുറയ്ക്കാനും ഇപ്പോൾ വന്ന അസുഖം കുറയ്ക്കാനും ഇനി വരാതിരിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ദീർഘകാലം ഈ സ്റ്റിറോയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷഫലങ്ങൾ? ആളുകൾക്ക് ഇടയിലുള്ള ഒരു മിഥ്യാധാരണയാണ് ഇൻഹേലർ സ്റ്റിറോയിഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഹേലേഴ്സിന് അഡിക്റ്റായി പോകുമോ, അങ്ങനെയുള്ള മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മൾ ആസ്മ അല്ലെങ്കിൽ അസുഖം മോശമായിട്ടിരിക്കുമ്പം നമ്മൾ ഇതെല്ലാം ഗുളികകളായിട്ടാണ് കൊടുക്കേണ്ടത്. സ്റ്റിറോയിഡ് ആണെങ്കിൽ കൂടി അത് നമ്മൾ മില്ലിഗ്രാം ഡോസിലാണ് കൊടുക്കുന്നത്. ഇൻഹേലേഴ്സിലെല്ലാം സ്റ്റിറോയിഡ്സിൻ്റെ ഡോസ് എന്ന് പറയുന്നത് മൈക്രോഗ്രാമാണ്. അത് മില്ലിഗ്രാമിനേക്കാൾ എത്രയോ ചെറുതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചത് വയറ്റിലെത്തി ബ്ലഡിൽ കൂടി എല്ലാ സ്ഥലത്തും എത്തണം. അതിൻ്റെ ഒരു ഭാഗമാണ് ലങ്സിലെത്തുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും പോയി അതിൻ്റെ ആക്ഷൻ ഉണ്ടാകും. അപ്പം വേണ്ടാത്ത സ്ഥലത്ത് വരുന്ന ആക്ഷനെയാണ് നമ്മൾ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഹേലറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളത്തിലോട്ട് ശ്വാസകോശത്തിലോട്ട് ഡയറക്റ്റ്ലി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോസും കുറവാണ്, സൈഡ് എഫക്റ്റും കുറവാണ്. മാം, നേരത്തെ പറഞ്ഞ ആസ്മ അറ്റാക്ക്, ഒരാൾ വീട്ടിലിരിക്കുമ്പം പെട്ടെന്ന് ഇതുപോലെ ബുദ്ധിമുട്ട് വന്നു, ശ്വാസം കിട്ടുന്നില്ലാത്തൊരവസ്ഥ വന്നാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണോ അതോ എന്തെങ്കിലും പ്രാഥമിക ശുശ്രൂഷകൾ വീട്ടിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെയുണ്ടോ? ആസ്മ അറ്റാക്ക് ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ രോഗികളോട് ആദ്യം തന്നെ ഒരു ആക്ഷൻ പ്ലാനും എങ്ങനെയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ ആദ്യം പാനിക്കാകുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് കയ്യിൽ തന്നിട്ടുള്ള ഇൻഹേലർ മരുന്നുകളുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം ഒരു പഫ് എടുക്കുക. സ്പേസർ വെച്ചിട്ടാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ എടുക്കുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും ഒന്നോടെ എക്സ്ട്രാ ഒരു പഫോടെ എടുക്കാം. എന്നിട്ടും വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കണം. പക്ഷേ എന്തെങ്കിലും അത്യാസന്ന നിലയിൽ ഭയങ്കരമായി ശ്വാസം മുട്ടൽ കൂടുകയാണ്, നെഞ്ചെടുപ്പ് കൂടുകയാണ്, ശ്വാസം എടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടുകയാണ്, ചുണ്ടും കൈയും ഒക്കെ നീല നിറത്തിലാവുകയാണ് എന്നൊക്കെ തോന്നുവാണെങ്കിൽ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ, കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ജീവിക്കുന്ന കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ, ഇതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആസ്മയെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ? അതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആസ്മയുടെ കൺട്രോളിൽ മരുന്നുകൾക്ക് റോളുള്ള പോലെ തന്നെ ആസ്മയുടെ ഒരു മെയിൻ ട്രീറ്റ്മെൻ്റ് ആണ് കൺട്രോൾ ഓഫ് അലർജൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. മിക്കവാറും
ഒരു ട്രിഗർ വന്നതിന് ശേഷമായിരിക്കും ആസ്മ സിംറ്റംസ് കൂടുതലായിട്ട് വരിക. അപ്പം ആ ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അസുഖത്തെ അത് കാര്യമായിട്ട് കുറയ്ക്കും. മെയിൻ ഫാക്ടറാണ് വീട്ടിലുള്ള പൊടി. നമുക്ക് ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് എന്നൊക്കെ പറയും. നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കില്ല, അതിലും സൂക്ഷ്മാണുമായിട്ടുള്ള ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് മിക്കവരിലും അലർജി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അവരുടെ രോമങ്ങൾ, ഡാൻഡേഴ്സ്, അതൊക്കെ അലർജിയെ കൂട്ടുന്നതാണ്. പിന്നെ വീട്ടിനകത്ത് അടുപ്പ് കത്തിക്കുന്നത്, എന്തെങ്കിലും വേസ്റ്റ് കത്തിച്ച് കൂട്ടുന്നത്, ഇതൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് കൂട്ടാം. പുകവലിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻസ്, ചിലർക്ക് ചില ഫുഡ് അലർജി കൂട്ടാം. ചിലരിൽ അത് സിവിയർ ആയിട്ട് തന്നെ അനാഫിലാക്സിസ് ആയിട്ട് തന്നെ വരാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഇൻഫെക്ഷൻസ് വരുമ്പോൾ, എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്കും ഇത് ആസ്മ ബുദ്ധിമുട്ട് കൂടാം. സ്ഥിരമായ ബുദ്ധിമുട്ട് വരുന്നവരാണെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിനേഷൻസ്, ആനുവൽ ഇൻഫ്ലുവൻസ വാക്സിനേഷനൊക്കെ എടുക്കാവുന്നതാണ്. ഇമോഷണൽ എക്സ്ട്രീംസ് ആസ്മ ബുദ്ധിമുട്ട് കൂട്ടുന്നുണ്ട്. ചിലർ ഭയങ്കരമായി ചിരിക്കുകയാണ്, ചിലർക്ക് കരയുവാണ്, ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിലൊക്കെ ആസ്മ കൺട്രോൾസ് മോശമായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ മാനസിക ആരോഗ്യവും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതെ, അതും കണക്റ്റഡ് ആണ്. പിന്നെ അസിഡിറ്റി, ഗേർഡ് എന്ന് പറയുന്നത്, പുളിച്ചു തികട്ടലൊക്കെ ഉള്ളവർക്കാണെങ്കിലും ആസ്മ സിംറ്റംസ് മോശമായിട്ട് തന്നെ ഇരിക്കാം. അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചുറ്റുപാടും വീടൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി വെക്കുക, നമ്മുടെ ബെഡ്റൂം നല്ല ക്ലീൻ ആക്കി വെക്കുക. അവോയ്ഡൻസ് ഓഫ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ആസ്മ മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ എക്സസൈസിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടാവും ആസ്മ? എക്സസൈസും വേണ്ടതാണ്. ചിലരിൽ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ വരാറുണ്ട്. അതായത് ആസ്മ ഉള്ളവരിൽ അങ്ങനെ വരാം, ആസ്മ ഇല്ലാത്തവരിലും എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ വരാം. അതായത് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ വന്നിട്ട് ആസ്മ വരാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ എക്സസൈസ് അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്. എക്സസൈസ് വേണം. നമ്മൾ ഒരു വണ്ണമുള്ള ആളാണെങ്കിൽ അത് കാരണം തന്നെ നമ്മുടെ ലങ് ഫങ്ഷൻ മോശമായിട്ടിരിക്കാം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം ഒരു ഇൻഹേലർ എടുക്കുക, അതിന് ശേഷം ഒന്ന് വാമപ്പൊക്കെ ചെയ്ത് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. മാം, ഈ കുട്ടികളിലെ ആസ്മയ്ക്ക് നമ്മൾ ഇൻഹേലർ സജസ്റ്റ് ചെയ്യുന്നതാണോ? ഇപ്പം അതല്ല, ഇൻഹേലർ സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളിൽ പക്ഷെ കൂടുതലായിട്ടും ട്രിഗേഴ്സ് ഉണ്ടാകാം. പിന്നെ അവരുടെ മെയിൻ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുമ്പോൾ ആസ്മ സിംറ്റംസ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം അവരിൽ നമുക്ക് ഇയർലി വാക്സിനേഷൻസ്, പെട്ടെന്നുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഇയർലി വാക്സിനേഷൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഇൻഹേലർ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികളിലും ഇൻഹേലർ തന്നെ സജസ്റ്റ് ചെയ്യും. കുട്ടികൾക്കും ഇൻഹേലർ തന്നെയാണ് വേണ്ടത്. അതായത് ആസ്മ പൂർലി കൺട്രോൾഡ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരികയും ഇപ്പം എല്ലാ മാസവും തന്നെ മൾട്ടിപ്പിൾ കോഴ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസ്മ വരാതിരിക്കാനും കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാനും ഇൻഹേലർ ആയിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് വേണ്ടത്. അത് കുട്ടികളിലാണെങ്കിലും ഏറ്റവും സേഫ് ഇൻഹേലേഴ്സ് തന്നെയാണ്. മാം, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ കൊറോണ വന്നതിന് ശേഷം ആസ്മ ഒത്തിരി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതാണ്, ചില വൈറൽ ഇൻഫെക്ഷൻസ് ശേഷം അത് ആസ്മയായിട്ട് വരാറുണ്ട്. അത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കുറേ അധികം ആൾക്കാരിൽ ആസ്മ സിംറ്റംസ് കാണുന്നുണ്ട്. വൈറൽ ഇൻഫെക്ഷൻസ് ഒരു ട്രിഗറായിട്ട് വന്നതായിരിക്കാം. കുറേ ആളുകളിൽ കോവിഡിന് ശേഷം പുതുതായിട്ട് ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നവരുണ്ട്. മാം, ആസ്മ പേഷ്യൻസിന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാൻ പറ്റുമോ? അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, ഭക്ഷണത്തിൽ അല്ലെങ്കിൽ മരുന്ന് ഫോളോ ചെയ്യേണ്ടത്? മെയിനായിട്ട് നമ്മൾ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ സ്വന്തമായിട്ട് മരുന്ന് നിർത്താതെ നമ്മൾ സിംറ്റം ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിലും ഒരസുഖമൊന്നും തോന്നുന്നില്ലെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ മരുന്നെടുക്കുക. ആസ്മ എന്നുള്ള അസുഖം തന്നെ അങ്ങനെയാണ്. എപ്പോഴും നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ അസുഖം ഉള്ളപ്പം നല്ല രീതിയിൽ മരുന്നെടുക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ മോശമാകാതിരിക്കും. അത് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ അവോയ്ഡൻസ് ഓഫ് അലർജൻസ്, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, വീടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അലർജൻസ് അവോയ്ഡ് ചെയ്യുക. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പം കൂടുതലായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ തണുത്ത കാലാവസ്ഥ വരുമ്പോഴത്തേക്കും അത് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും ഒരു മാസ്ക് ഉപയോഗിക്കുക. എർലി ഇൻഫ്ലുവൻസ വാക്സിൻസ്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ശ്വാസകോശ രോഗങ്ങളെ ഭയക്കേണ്ടതില്ലെന്നും അതിനോട് എങ്ങനെ പൊരുതി നിൽക്കണമെന്നും നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന BMH തൊടുപുഴയിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീലക്ഷ്മിക്ക് നന്ദി. പുതിയൊരു എപ്പിസോഡിൽ
പുതിയൊരു വിഷയമായി കാണുന്നവരേക്കും ദിസ് ഇസ് എൽഷ സൈനിങ് ഓഫ്. താങ്ക് യു.